മൂന്നാം ദിവസവും ശമ്പളം വിതരണം ചെയ്യാൻ വേണ്ടത്ര പണമില്ലാതെ രാജ്യത്തെ ബാങ്കുകളിലെയും ട്രഷറികളിലെയും പ്രതിസന്ധി തുടരുകയാണ്. വൈദ്യുതി, വെള്ളം, പെട്രോൾ എന്നിവയ്ക്കായി പഴയ 500 രൂപ നോട്ടുകൾ ഇന്നു മുതൽ ഉപയോഗിക്കാനാകില്ല. ദേശീയപാതകളിൽ ടോൾ ഈടാക്കുന്നതും പുനരാരംഭിച്ചു. അതേസമയം നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിന് പിന്നാലെ 8.5 ലക്ഷം കോടി രൂപയാണ് ബാങ്ക് അക്കൌണ്ടുകളിൽ എത്തിയതെന്ന് RBI വ്യക്തമാക്കി. രാജ്യത്തെ 4 നോട്ട് അച്ചടി കേന്ദ്രങ്ങളും 3 ഷിഫ്റ്റുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുകയാണെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നോട്ടുകൾ ബാങ്കുകളിൽ എത്തിക്കാനാകുമെന്നും ആളുകൾ പരിഭ്രാന്തരാകേണ്ടെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിലും മൂന്നാം ദിവസവും സ്വകാര്യ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം അക്കൗണ്ടുകളിൽ നിന്ന് നൽകാൻ ബാങ്കുകളും ട്രഷറികളും ഇന്നും ബുദ്ധിമുട്ടും. അസാധുവായ 500 രൂപ നോട്ടുകൾ ആശുപത്രികളിലൊഴികെ അത്യാവശ്യ സർവീസുകൾക്കൊന്നും ഇന്നു മുതൽ ഉപയോഗിക്കാനാകില്ല. പെട്രോൾ, വൈദ്യുതി, വെള്ളം എന്നിവയ്ക്കായി പഴയ 500 രൂപ നോട്ടുകൾ ഉപയോഗിക്കുന്നതിന് ഇന്നലെ അർദ്ധരാത്രിയോടെ അവസാനിച്ചിരുന്നു. ദേശീയപാതകളിൽ ടോൾ ഈടാക്കുന്നതും ഇന്നു മുതൽ പുനരാരംഭിച്ചു. എല്ലാ ടോൾ പ്ലാസകളിലും സ്വൈപ്പിംഗ് മെഷീനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് സർക്കാർ അറിയിച്ചു. അതേസമയം നോട്ട് അസാധുവാക്കൽ തീരുമാനത്തിന് പിന്നാലെ നവംബർ 10-നും 27-നും ഇടയിൽ മാത്രം 8.5 ലക്ഷം കോടി രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയതെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കറൻസി പ്രതിസന്ധിയെ തുടർന്ന് ട്രഷറി വഴി ശമ്പളവും പെൻഷനും വിതരണം ചെയ്യുന്നത് ഇന്നും താറുമാറായേക്കും. ഇന്നത്തേക്കായി 200 കോടി രൂപയാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ലഭിച്ചില്ലെങ്കിൽ പ്രതിസന്ധി അതിരൂക്ഷമാകും. കഴിഞ്ഞ ദിവസം 140 കോടി ആവശ്യപ്പെട്ടപ്പോൾ 99 കോടി രൂപ മാത്രമാണ് ലഭിച്ചത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും വിതരണം ചെയ്യുന്നതിനായി 200 കോടി രൂപയാണ് ഇന്നത്തേക്ക് ആവശ്യമുള്ളത്. തുക ലഭിച്ചില്ലെങ്കിൽ തുടർച്ചയായ മൂന്നാം ദിനത്തിലും ട്രഷറി വഴിയുള്ള ധനവിതരണം പ്രതിസന്ധിയിലാകും. കഴിഞ്ഞ ദിവസം 140.57 കോടി രൂപ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്രം നൽകിയത് 99.83 കോടി രൂപ മാത്രമാണ്. ഒന്നാം തീയതി നൽകിയതിനേക്കാളും 10 കോടി രൂപയുടെ കുറവ്. പ്രതിസന്ധിക്കിടയിൽ കഴിഞ്ഞ ദിവസം 5400 പേർ ശമ്പളവും 37,702 പേർ പെൻഷനും വാങ്ങി. 3,39,000 പേർ ഇനിയും പെൻഷൻ വാങ്ങാനുണ്ട്. ഇതുവരെ മൊത്തം 96,000 പേരാണ് പെൻഷൻ വാങ്ങിയത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പിൻവലിച്ച തുകയുമടക്കം മൊത്തം ധനവിതരണം 115 കോടി രൂപയാണ്. സർക്കാർ ആവശ്യപ്പെട്ട പണത്തിൽ കാര്യമായ പങ്കും കൂടുതൽ മാധ്യമശ്രദ്ധ പതിയുന്ന തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ മാത്രമാണ് RBI വിതരണം ചെയ്യുന്നത്. 50 മുതൽ 80 ലക്ഷം രൂപ വരെ എത്തിക്കേണ്ടിയിരുന്ന 22 ട്രഷറികളിൽ 10 ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് കഴിഞ്ഞ ദിവസം എത്തിച്ചിരുന്നത്. പെരിന്തൽമണ്ണ, കരുവാരക്കുണ്ട് ട്രഷറികളിൽ പണം എത്തിയിരുന്നുമില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദില്ലിയിൽ ഇന്ന് ചേർന്ന GST കൗൺസിൽ യോഗം നോട്ടുമാറ്റം ചർച്ച ചെയ്യും. നോട്ടുമാറ്റത്തെ തുടർന്ന് സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന റവന്യൂ നഷ്ടമാണ് കൗൺസിൽ യോഗം വിശദമായി ചർച്ച ചെയ്യുന്നത്. നവംബർ 8-ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച നോട്ടുമാറ്റത്തെ തുടർന്ന് സംസ്ഥാനങ്ങൾക്കുണ്ടായ റവന്യൂ നഷ്ടമാണ് GST കൗൺസിൽ യോഗം ചർച്ച ചെയ്യുന്നത്. ഇതാദ്യമായാണ് നോട്ടുമാറ്റം GST കൗൺസിലിന്റെ പരിഗണനയിലേക്ക് വരുന്നത്. 20 മുതൽ 30% വരെ വരുമാനത്തിൽ ഇടിവുണ്ടായെന്ന് സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കൗൺസിൽ യോഗത്തിൽ കൈക്കൊള്ളുന്ന നിലപാട് നിർണായകമാകും. അതിന്റെ നേട്ടകോട്ടങ്ങളെ കുറിച്ചുള്ളതല്ല, സംസ്ഥാന സർക്കാരുടെ വരുമാനം ഗണ്യമായിട്ട് കുറയുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു സുവിശേഷമാണ്. ഈ ഡിസംബർ മാസത്തിൽ അവസാനിക്കുമ്പോഴേക്കും സംസ്ഥാന സർക്കാരുകളുടെ നില വളരെ പരിങ്ങലിലാവും. സേവന നികുതി കാര്യത്തിലും ഇന്നത്തെ യോഗത്തിൽ വ്യക്തതയുണ്ടാകണം. ഇല്ലെങ്കിൽ GST ബില്ലിന്റെ കരടിന് കൗൺസിൽ അംഗീകാരം നൽകില്ല. കേരളം, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പുതുച്ചേരി, ദില്ലി സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്നു. സേവന നികുതി പിരിക്കുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ കരട് പാസാക്കുന്നതിനെ എതിർക്കും. ഇന്നത്തെ യോഗത്തിൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ശീതകാല സമ്മേളനത്തിൽ GST ബിൽ പാസാക്കാമെന്ന കേന്ദ്ര സർക്കാർ പ്രതീക്ഷ വെറുതെയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. പിൻവലിച്ച നോട്ടുകൾ കൈമാറാൻ 1 മാസം കൂടി ശേഷിക്കെ പഴയ നോട്ടുകളുടെ 90% തിരികെ എത്തിയതായ ആണ് റിസർവ് ബാങ്ക് കണക്കുകൾ. കള്ളപ്പണം ഇല്ലാതാക്കാനായിരുന്നു നോട്ടു നിരോധനം എന്ന വാദം പൊളിയുമ്പോൾ കറൻസി രഹിത ഇന്ത്യ എന്ന പുതിയ ന്യായമാണ് കേന്ദ്ര സർക്കാർ ഉയർത്തുന്നത്.
റിസർവ് ബാങ്ക് നൽകുന്ന വിവരമനുസരിച്ച് പിൻവലിച്ച 500, 1000 രൂപ നോട്ടുകളിലായി 14.18 ലക്ഷം കോടി രൂപയാണ് വിനിമയത്തിലുള്ളത്. ഇതിൽ 11 ലക്ഷം കോടി രൂപ നവംബർ 30 തിരികെ എത്തിയതായാണ് ബാങ്കിംഗ് മേഖലയിൽ നിന്നുള്ള ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഡിസംബർ 30 വരെ നിരോധിച്ച നോട്ടുകൾ മാറിയെടുക്കാൻ ഇനിയും സമയമുണ്ട്. തിരികെ എത്തുമെന്ന് ഉറപ്പുള്ളതും സാധ്യതയുള്ളതുമായ പണത്തിന്റെ ഏകദേശം കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ കള്ളപ്പണം പിടികൂടാനെന്ന പേരിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതി പാളിയെന്ന് വ്യക്തമാകും. പ്രകൃതി ദുരന്തങ്ങളിലും പേമാരിയിലുമായി നഷ്ടപ്പെട്ട നോട്ടുകളുടെ കണക്കുകൾ ലഭ്യമല്ല. പ്രവാസികളുടെ പക്കലുള്ള നോട്ടുകളും ബാങ്കുകളിൽ തിരികെ എത്താൻ സാധ്യതയില്ല. മാറ്റിയെടുക്കാൻ അനുമതി കാത്ത് രാജ്യത്തെ സഹകരണ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലുമായി കോടികളുടെ അസാധു നോട്ടുകൾ കെട്ടിക്കിടപ്പുണ്ട്. ഇത്തരത്തിലുള്ള കണക്കുകൾ കൂടി വിശകലനം ചെയ്യുമ്പോൾ 95% പണവും ബാങ്കുകളിൽ തിരികെ എത്തുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതോടെ കള്ളപ്പണവാദത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിഞ്ഞു തുടങ്ങി. കറൻസി രഹിത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെയാണ് നോട്ട് പിൻവലിക്കില്ലെന്നാണ് മോദി സർക്കാരിന്റെ പുതിയ വാദം. ന്യൂസ് ഡെസ്ക്. ഫിദൽ കാസ്ട്രോയുടെ ഭൗതിക അവശേഷിപ്പും വഹിച്ചുള്ള വാഹനവ്യൂഹം സാന്റിയാഗോയിലേക്ക് അടുക്കുന്നു. 4-ാം തീയതിയാണ് സാന്റിയാഗോയിൽ ഫിദലിനു വേണ്ടി സ്മാരകം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഭൗതിക അവശേഷിപ്പ് സംസ്കരിക്കുന്നത്. സാന്റിയാഗോയിൽ നിന്ന് MA ബേബി കൈരളി പീപ്പിൾ ടിവിക്ക് വേണ്ടി നൽകിയ റിപ്പോർട്ടിലേക്ക്. ഇന്നേക്ക് 60 വർഷങ്ങൾക്ക് മുമ്പാണ് മെക്സിക്കോയിൽ നിന്നും ഗ്രാൻമ എന്ന ചെറു നൗകയിൽ പുറപ്പെട്ട ഫിഡലും റൗൾ കാസ്ട്രോയും ചെഗുവേരയും കാമില്ലോ സിയൻഫുവും എല്ലാം അടങ്ങുന്ന വിപ്ലവകാരികൾ സാന്റിയാഗോ പട്ടണത്തിനടുത്ത് തീരത്ത് ഒരു ചതുപ്പു നിലത്തിൽ ദുഷ്കരമായ സാഹചര്യത്തിൽ വന്ന് ഇറങ്ങുന്നത്. ഡിസംബർ 2-ാം തീയതിയാണ്. അതേ ദിവസമാണ് സാന്റിയാഗോയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അതേ നഗരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഫിദലിന്റെ ഭൗതികാവശിഷ്ടവും വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹവാനയിൽ നിന്ന് 800-ലധികം കിലോമീറ്റർ ദൂരമുണ്ട് സാന്റിയാഗോ ഡി ക്യൂബയിലേക്ക്. 4-ാം തീയതി രാവിലെയാണ് സാന്റിയാഗോ ഡി ക്യൂബയിൽ ഫിദലിന്റെ സ്മാരകം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് അവിടെ ക്യൂബയുടെയും ലാറ്റിൻ അമേരിക്കയുടെയും വിമോചന നായകരിൽ ഒരാളായ ഹോസെ മാർട്ടിയുടെ ഭൗതികാവശിഷ്ടം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്മാരകത്തിന് ഒപ്പം അതിനടുത്ത് ഫിദലിന്റെയും ഭൗതികാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതായിരിക്കും. ക്യൂബയിലാകെ ജനങ്ങൾ സ്വാഭാവികമായും ദുഃഖിതരാണ്. എന്നാൽ അലമുറയിട്ടുള്ള കരച്ചിലോ അതിവൈകാരിക പ്രകടനങ്ങളോ ഒന്നും കാണാൻ കഴിയുന്നില്ല. കൈരളി പീപ്പിൾ ചാനലിന് വേണ്ടി MA ബേബിയാണ് നിങ്ങളോട് സംസാരിച്ചത്. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫിദൽ കാസ്ട്രോ അനുസ്മരണം സംഘടിപ്പിച്ചു. കോർപ്പറേഷന് മുന്നിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി വത്സരാജ്, CN ജയദേവൻ MP, കോർപ്പറേഷൻ മേയർ അജിത ജയരാജൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ലത്തീൻ സമുദായ സംഗമത്തിന് നാളെ ആലപ്പുഴയിൽ തുടക്കമാകും. കേരളത്തിലെ 12 രൂപതകളിൽ നിന്നായി ആയിരക്കണക്കിന് സമുദായ അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നിയമം അടക്കം മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംഗമം ചർച്ച ചെയ്യും. കേരളത്തിലെ തീരദേശ മേഖലയിലെ ജനങ്ങളോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാട്ടിയ അവഗണനകൾ ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ 23 ലക്ഷം ലത്തീൻ സമുദായാംഗങ്ങളെ പ്രതിനിധീകരിച്ച് 12 രൂപതകളിൽ നിന്നായി ജനലക്ഷങ്ങളാണ് സംഗമത്തിൽ പങ്കെടുക്കുക. തീരദേശ പരിപാലന നിയമവും നിലവിലുള്ള നോട്ടു പിൻവലിക്കലുമടക്കം കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ തീരദേശ മേഖലയെ തകർക്കുന്ന തരത്തിലാണെന്ന് ചെയർമാൻ പയസ് ആറാട്ടുകുളം പറയുന്നു. ഈ ലൂസ് ക്യാഷ് ഉപയോഗിക്കുന്നവരാണ് അവർ. അതും ഇത് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് തിരമാല വന്ന് അടിക്കുന്ന പോലെ പ്രശ്നങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലുള്ള സർക്കാരുകൾ ലത്തീൻ സമുദായത്തിന് വേണ്ടത്ര പരിഗണന നൽകിയിട്ടില്ലെന്നും ഇടത് സർക്കാരിൽ തങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ തീരദേശത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയുടെ കാര്യം പറയുമ്പോൾ
ഒരു ശ്രദ്ധയും ചെലുത്തിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സങ്കടകരമായ ഒരു പരാതിയുള്ളത്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പതാക ഉയർത്തുന്നതോടെയാണ് സംഗമത്തിന് തുടക്കമാകുക. തുടർന്ന് സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളും നടക്കും. ഞായറാഴ്ച വൈകിട്ട് ആലപ്പുഴ കടപ്പുറത്താണ് പൊതുസമ്മേളനം നടക്കുക. തീരദേശ മേഖലയിലെ ലത്തീൻ കത്തോലിക്ക സമുദായം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സമുദായ നേതാക്കൾ. ക്യാമറാമാൻ രതീഷ് രാജിനൊപ്പം ഷാജഹാൻ. വരനു പകരം വരന്റെ സഹോദരി മിന്നുകെട്ടി. സ്വന്തം വിവാഹം വിദേശത്തിരുന്ന് തത്സമയം കണ്ടതിന്റെ റെക്കോർഡ് ഇനി കൊല്ലം വെളിയം സ്വദേശി ഹാരിസിന് സ്വന്തം. നിതാക്കാത്ത് വരുത്തിയ വിന കാരണം ഹാരിസിന് മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിന് നാട്ടിലെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് ബന്ധുക്കൾ വിവാഹം നടത്താൻ തീരുമാനിച്ചു. ഹാരിസിന്റെ സഹോദരി നജിത ഷംലയുടെ കഴുത്തിൽ താലി ചാർത്തി ഹാരിസിന് വേണ്ടി നിക്കാഹ് കഴിച്ചു. സ്വന്തം വിവാഹം വിദേശത്തിരുന്ന് ഹാരിസ് തത്സമയവും കണ്ടു. സാധാരണയായി നിക്കാഹ് കഴിഞ്ഞിട്ടാണ് താലികെട്ടൽ ചടങ്ങ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ജോലി സംബന്ധമായ നിത്താക്കാത്തെ പോലുള്ള പ്രശ്നത്തിൽ അകപ്പെട്ടതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ നിശ്ചയിച്ച തീയതിയിൽ വിവാഹം നടത്തുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായത് കൊണ്ട് തന്നെ ആ സമയത്ത് എൻ്റെ സഹോദരിയെ കൊണ്ട് താലി ചാർത്തുകയും അതിന് നാട്ടുകാരുടെയും ജമാഅത്തിൻ്റെയും വധുഗ്രഹത്തിൻ്റെ പ്രത്യേകിച്ച് വധുഗ്രഹത്തിലെ ആൾക്കാരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് നിശ്ചയിച്ച അതേ തീയതിയിൽ തന്നെ വിവാഹം നടത്തുകയാണ് ഉണ്ടായത്. ഹാരിസ് റിയാദിൽ സ്വകാര്യ കമ്പനിയിൽ മാർക്കറ്റിംഗ് രംഗത്ത് സേവനമനുഷ്ഠിക്കുന്നു. വധു ഷംല മക്കയിൽ സർക്കാർ ആശുപത്രിയിൽ നഴ്സാണ്. ആലപ്പുഴ താമരക്കുളത്തായിരുന്നു അപൂർവ നിക്കാഹിന് നാട്ടുകാരും ബന്ധുക്കളും സാക്ഷ്യം വഹിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പീപ്പിൾ ബ്രേക്കിംഗ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വായ്പൂർ കുളത്തൂരിൽ ആരംഭിച്ച ശബരി സ്വാശ്രയ കോളേജിന്റെ സ്ഥലമെടുപ്പിലും തുടർ നടപടികളിലും വൻ അഴിമതിയെന്ന ആക്ഷേപം. വിപണി വിലയേക്കാൾ 2 ഇരട്ടിയിലേറെ തുക നൽകിയാണ് ദേവസ്വം ബോർഡ് സ്ഥലം വാങ്ങിയതെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. ബോർഡിലെ ഉന്നതരുടെയും ചില ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയാണ് അഴിമതി അരങ്ങേറിയത്. ദേവസ്വം ബോർഡിൽ വൈക്കത്തുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് സ്ഥലമെടുപ്പിന് ഇടനിലക്കാരനായി നിന്നത്. ശബരി ദുർഗ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസസ് എന്ന കോളേജിന് വേണ്ടി 1,52,00,000 രൂപ മുടക്കിയാണ് ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥലം വാങ്ങിയത്. പത്തനംതിട്ട ജില്ലയിൽ തന്നെ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിൽ ധാരാളം സ്ഥലം വെറുതെ കിടക്കുമ്പോഴാണ് കോടികൾ മുടക്കി കോളേജിന് എന്ന പേരിൽ സ്ഥലം കണ്ടെത്തിയത്. രജിസ്ട്രേഷനും ഡോക്യുമെന്റേഷനുമായി 2,32,500 രൂപയുമടക്കം മൊത്തം 1,84,00,000 രൂപയാണ് ബോർഡിൽ നിന്ന് ചെലവഴിച്ചതും. ധനലക്ഷ്മി ബാങ്കിന്റെ വൈക്കം ശാഖയിൽ ഈ വർഷം ഫെബ്രുവരി 27-ന് പുതുക്കി നിക്ഷേപിച്ച സ്ഥിര നിക്ഷേപമായ 54 ലക്ഷവും കീഴൂർ കോളേജിന്റെ പ്രിൻസിപ്പലിന്റെ അക്കൗണ്ടിൽ നിന്ന് 20 ലക്ഷവും ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ നിന്ന് 41 ലക്ഷവും പിൻവലിച്ചാണ് സ്ഥലം വാങ്ങിയത്. സ്ഥലം വാങ്ങാനുള്ള 1 കോടി രൂപ ബോർഡ് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാൻ വളരെ അടിയന്തര പ്രാധാന്യത്തോടെ ബോർഡ് സെക്രട്ടറി നൽകിയ ഉത്തരവും സംശയാസ്പദമാണ്. കോളേജിനാവശ്യമായ 1.10 ഏക്കർ സ്ഥലം സമീപത്തെ ഒരു കുടുംബം സംഭാവന ചെയ്തുവെന്ന് അധികൃതർ തന്നെ പറയുന്നുണ്ട്. ഇതിനു പുറമെ വായ്പൂരിനടുത്ത് കങ്ങഴയിൽ ദേവസ്വം ബോർഡ് സ്കൂളിന്റെ 4 ഏക്കർ സ്ഥലം വെറുതെ കിടക്കുമ്പോഴാണ് കേവലം 4 കിലോമീറ്റർ അകലെയുള്ള സ്ഥലം കോടികൾ മുടക്കി വാങ്ങിയതും. 2015-ലെ വിപണി വിലയേക്കാൾ ഇരട്ടി തുക കാണിച്ചാണ് സ്ഥലത്തിന്റെ മൂല്യം നിർണ്ണയിച്ചത്. ഔദ്യോഗിക വ്യവഹാരങ്ങൾക്ക് കളക്ടറാണ് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതെന്ന ചട്ടം ലംഘിച്ച് മല്ലപ്പള്ളി തഹസിൽദാറാണ് സെന്റിന് 75,000 രൂപ കമ്പോള വില കണക്കാക്കി വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയതും. മുദ്രപത്രം, രജിസ്ട്രേഷൻ, ഡോക്യുമെന്റേഷൻ എന്നിവയ്ക്ക് ചെലവായ 10 ലക്ഷം രൂപ കോളേജ് വികസന സമിതി നൽകിയെന്നും അധികൃതർ പറയുന്നുണ്ട്. ഇതിലും സുതാര്യതയില്ല. രജിസ്ട്രേഷൻ, ഡോക്യുമെന്റ് ഫീസ് എന്നിവ ചെക്കായി നൽകാത്തതിലും സംശയമുളവാക്കുന്നു. വിപണി വിലയേക്കാൾ വലിയ തുകയ്ക്ക് സ്ഥലം വാങ്ങിയത് വഴി ദേവസ്വം ബോർഡ് വലിയ അഴിമതി തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ജില്ലാ കളക്ടർ വാല്യുവേഷൻ ചെയ്തു കൊടുക്കേണ്ട സ്ഥലത്തിന് എന്തുകൊണ്ടാണ് മല്ലപ്പള്ളി തഹസിൽദാർ വാല്യുവേഷൻ ചെയ്തു കൊടുത്തത്? അതും വിപണി വിലയിൽ നിന്നും വലിയ തുക രേഖപ്പെടുത്തിക്കൊണ്ട്. ഈ അഴിമതി കച്ചവടത്തിൽ മല്ലപ്പള്ളി തഹസിൽദാർക്കുണ്ടായ നേട്ടം എന്താണ്? സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ. സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന് കോഴിക്കോട്ട് തുടക്കമായിരിക്കുന്നു. ആദ്യ ദിനം 18 മത്സരങ്ങളാണ് നടക്കുക. ഇപ്പോൾ 5000 മീറ്റർ ആൺകുട്ടികൾ സീനിയർ വിഭാഗത്തിൽ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി മനു എം നായർ ചേരുകയാണ്. മനു, 4 ദിവസം നീണ്ടു നിൽക്കുന്ന കായികോത്സവം അതിന് തിരിതെളിഞ്ഞിരിക്കുന്നു. ആദ്യ മത്സരവും ആരംഭിച്ചിരിക്കുന്നു. മത്സരം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു?
തീർച്ചയായിട്ടും അഞ്ജു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യ സ്വർണം എറണാകുളം നേടിയെന്നുള്ളതാണ്. 5000 മീറ്റർ സീനിയർ ആൺകുട്ടികളിൽ ബിബിൻ ജോർജ്, എറണാകുളത്തിന്റെ സെന്റ് ജോർജ് സ്കൂളിന്റെ ബിബിൻ ജോർജ് ആദ്യ സ്വർണം നേടിക്കൊണ്ട് 60ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ ആദ്യ മെഡൽ പട്ടിക തുറന്നിരിക്കുന്നു. ഇപ്പോൾ അതായത് ഇപ്പോൾ തന്നെ സമാപിച്ച 5000 മീറ്റർ സീനിയർ ആൺകുട്ടികളുടെ മത്സരത്തിലാണ് ബിബിൻ ജോർജ് സ്വർണം നേടിയത്. ഇനി സീനിയർ പെൺകുട്ടികളുടെ മത്സരം 5000 മീറ്റർ നടക്കാനുണ്ട്. ഒപ്പം തന്നെ 3000 മീറ്റർ മത്സരങ്ങൾ നടക്കാനുണ്ട്. മാത്രമല്ല ഇന്ന് മൊത്തം 18 ഫൈനലുകളാണ് നടക്കാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 400 മീറ്ററിന്റെ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും. അതുതന്നെയായിരിക്കും ഒരുപക്ഷെ എല്ലാവരും ഏറ്റവും ആകാംക്ഷയോടെ ഇവിടെ കാത്തിരിക്കുന്നത്. 400 മീറ്ററിന്റെ ഗ്ലാമർ ഇനങ്ങൾ തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. 9:30ക്കാണ് ഔദ്യോഗികമായി മീറ്റിന് പതാക ഉയർത്തുക. പിന്നീട് 3:30 വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് മത്സരങ്ങൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 18 ഫൈനലുകൾ ഇന്ന് നടക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാലക്കാടും എറണാകുളവും കോഴിക്കോടും തമ്മിലുള്ള പ്രധാനപ്പെട്ട പോരാട്ടത്തിന് തന്നെയായിരിക്കും ഇന്നത്തെ ഈ ഒരു സംസ്ഥാന സ്കൂൾ മീറ്റ് നടക്കുക. അഞ്ജു, ഒരു നിമിഷം ഇപ്പോൾ അരുൺ നമ്മോടൊപ്പം ഉണ്ട്. അരുൺ, ഇപ്പോൾ ഈ മത്സര ഫലത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പ്രേക്ഷകരോട് പങ്കുവെക്കും. അരുൺ. തീർച്ചയായും മനു, വളരെ ആവേശകരമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു നടന്നിരുന്നത്. പ്രതീക്ഷിച്ചത് തന്നെയാണ് ബിബിന്റെ ഈ സ്വർണ്ണ നേട്ടം. കാരണം എല്ലാ വർഷങ്ങളും ദീർഘദൂര ഇനങ്ങൾ സ്വാഭാവികമായും തുടങ്ങുന്നത് പാലക്കാടിന്റെ ഒരു ആധിപത്യത്തോടു കൂടിയാണ്. പക്ഷേ ഇത്തവണ അതിനൊരു നേരിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായത് ബിബിൻ ജോർജ് കഴിഞ്ഞ തവണയും ഇതേ മീറ്റർ കോഡുകൂടി തന്നെ സ്വർണം നേടി എന്ന ചരിത്രപരമായ ഒരു നേട്ടമാണ്. അതായത് പ്രധാനപ്പെട്ട 1500 മീറ്റർ ഒപ്പം 5000 മീറ്റർ അടക്കമുള്ള ഇനങ്ങൾ കൂടി മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 21 വർഷം പഴക്കമുള്ള റെക്കോർഡ് തിരുത്തി കുറിച്ച് മീറ്റർ കോഡ് കൂടി തന്നെയാണ് ബിബിൻ ജോർജ് നേട്ടം കൊയ്തത്. സ്വാഭാവികമായും ഇത്തവണയും ആ നേട്ടം ബിബിൻ ജോർജിന് ആവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ആദ്യമായി സീനിയർ തലത്തിലേക്ക് കടന്നു വന്ന കുട്ടി കൂടിയാണ് എറണാകുളത്തിന്റെ. ആ തലത്തിൽ കൂടി നമ്മളിത് പരിഗണിക്കേണ്ടതുണ്ട്. എന്തായാലും തുടക്കം ഗംഭീരമായി എന്ന് തന്നെ പറയാം. നിലവിൽ ഈ മിനിറ്റിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ എന്തായാലും അതുതന്നെയാണ് നമുക്ക് നിലവിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കാൻ. മനു, തീർച്ചയായിട്ടും അഞ്ചു ഇത് തന്നെയാണ് ആദ്യ സ്വർണം എറണാകുളം നേടിയിരിക്കുന്നു. പോയിന്റ് പട്ടികയിലേക്ക് എറണാകുളം കടന്നു വന്നിരിക്കുന്നു. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ ട്രാക്കാണ്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച ഒരു പ്രകടനങ്ങൾ ഇത്തവണ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ മീറ്റർ റെക്കോർഡോടെ ആദ്യ സ്വർണം വരുമ്പോൾ അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഇത്തരത്തിലുള്ള മികച്ച പ്രകടനങ്ങൾ ഇനിയും കാണാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ മികച്ച ഒരു ട്രാക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത്. പാലക്കാടും കോഴിക്കോടും എറണാകുളവും തമ്മിലുള്ള പോരാട്ടം തന്നെയായിരിക്കും. കാരണം കഴിഞ്ഞ തവണ 16 പോയിന്റിനാണ് പാലക്കാടിന്റെ 2ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ 3 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് നേടിയ കിരീടം കഴിഞ്ഞ തവണ എറണാകുളം വീണ്ടും സ്വന്തമാക്കിയ കിരീടം പാലക്കാട് തിരിച്ചു പിടിക്കുമെന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. എറണാകുളത്തിന്റെ പ്രധാന കരുത്ത് മാർബേസിലും സെന്റ് ജോർജും ഒപ്പം മാതിരപ്പള്ളിയും പോലുള്ള സ്കൂളുകളാണ്. പാലക്കാടിന്റെ കരുത്താകട്ടെ പറളി, മുണ്ടൂര്, കല്ലടി അത്തരത്തിലുള്ള സ്കൂളുകൾ തന്നെയാണ്. ഒപ്പം കോഴിക്കോട് ഉഷ സ്കൂളുണ്ട്, പുല്ലൂരാമ്പാറയുണ്ട്, ഹോളി ഫാമിലി ഉണ്ട്. അങ്ങനെ മികച്ച സ്കൂളുകളുടെ കാര്യത്തിൽ കോഴിക്കോടും വരുന്നുണ്ട്. ഇന്ന് ഈ 400 മീറ്ററിൽ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉഷ സ്കൂളിലെ പിള്ളേരുടെ കുട്ടികളുടെ പ്രകടനം തന്നെയായിരിക്കും. മാത്രമല്ല ഇനി സീനിയർ പെൺകുട്ടികളുടെ 5000 മീറ്റർ അല്പസമയത്തിനകം തുടങ്ങും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുമോൾ തമ്പി മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ്. കാരണം മീറ്റർ റെക്കോർഡോടെയും ദേശീയ റെക്കോർഡോടെയും മികച്ച പ്രകടനം കഴിഞ്ഞ മേളകളിലൊക്കെ കാഴ്ചവെച്ചൊരു താരമാണ് അനുമോൾ തമ്പി. അതുകൊണ്ട് തന്നെ അനുമോളിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്നു. ഇത്തവണ സീനിയറിലേക്ക് വന്നതോടെയാണ് അനുമോൾ 5000 മീറ്റർ മത്സരിക്കാൻ യോഗ്യത നേടിയത്. കഴിഞ്ഞ തവണ 800, 1500, 3000 മീറ്ററുകളിലായിരുന്നു. ഇത്തവണ 5000 മീറ്ററിലേക്ക് അനുമോൾ സ്ഥാനക്കയറ്റം നേടി വരുമ്പോൾ മികച്ചൊരു പ്രകടനം അനുമോളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. മാത്രമല്ല ഒരു പക്ഷേ ഈ മൊത്തത്തിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഓവറോൾ കിരീടത്തിലേക്ക് വരുമ്പോൾ ത്രോ ഇനങ്ങൾ ഒരു നിർണായകമാകുന്ന സാന്നിധ്യമാകും. അതുകൊണ്ട് തന്നെ ഇന്ന് 4 ത്രോ ഇനങ്ങൾ നടക്കുന്നുണ്ട്. ത്രോ മത്സരങ്ങളുടെ ഫൈനലുണ്ട്. അതിൽ ഒരു പക്ഷേ എറണാകുളത്തെ മാതിരപ്പള്ളി സ്കൂൾ മികച്ച പ്രകടനം ത്രോ ഇനങ്ങളിൽ കാഴ്ചവെക്കാറുണ്ട്. അത് എറണാകുളത്തിനൊരു മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ലഭിച്ച ആദ്യ സ്വർണം ഈ ത്രോ ഇനങ്ങളിലൂടെ കൂടുതൽ ഒരു മെച്ചപ്പെട്ട പോയിന്റ് ശേഖരമാക്കി വർദ്ധിപ്പിക്കാൻ തന്നെയായിരിക്കും എറണാകുളം ഇറങ്ങുക. അതുകൊണ്ട് തന്നെ കനത്ത വെല്ലുവിളി തന്നെ എറണാകുളവും പാലക്കാടും ഒപ്പം കോഴിക്കോടും പരസ്പരം ഉയർത്തുന്ന ഒരു ഉത്സവം, കായിക ഉത്സവം കൂടിയായിരിക്കും ഇത്തവണ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മികച്ചൊരു ട്രാക്കാണ് ഇവിടെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല പ്രകടനങ്ങൾ, ദേശീയ മീറ്റർ റെക്കോർഡുകളോടെയുള്ള ഒരുപാട് പ്രകടനങ്ങൾ പിറന്നാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. അഞ്ജു, ശരി, മനുവാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സ്കൂൾ കായിക ഉത്സവത്തിന് തന്നെ തുടക്കമായിരിക്കുന്നു. 5000 മീറ്റർ മത്സരത്തിൽ ആൺകുട്ടികൾ സീനിയർ വിഭാഗത്തിൽ എറണാകുളം സ്വർണം നേടിയിരിക്കുന്നു. വിവരങ്ങളാണ് മനു എം നായരു ഒപ്പം അരുൺ നൽകിയത്. മുളയുൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി കേരള ബാംബു ഫെസ്റ്റിന് കൊച്ചിയിൽ തുടക്കമായി. ഈ മാസം 6 വരെ നീളുന്ന മേള വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് പാവപ്പെട്ടവന്റെ ഉപജീവനമാർഗം മാത്രമായിരുന്ന മുള ഉൽപ്പന്നങ്ങൾ ഇന്ന് അതിരുകൾ കടന്ന് അന്തർദേശീയ വിപണി കീഴടക്കി മുന്നേറുകയാണ്. ആകർഷകമായ വിവിധ ഉൽപ്പന്നങ്ങളാണ് കൊച്ചി മറൈൻ ഡ്രൈവിൽ നടക്കുന്ന 13ാമത് ബാംബു ഫെസ്റ്റിലുള്ളത്. ഇത്തരം മേളകൾ മുളയുടെയും മുളയുൽപ്പന്നങ്ങളുടെയും പ്രസക്തി കൂടുതൽ ജനകീയമാക്കുമെന്ന് മന്ത്രി AC മൊയ്തീൻ അഭിപ്രായപ്പെട്ടു. ഈ രംഗത്ത്
പരമ്പരാഗതമായി പണിയെടുക്കുന്നവരും തൊഴിലാളികളും സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകളും അതിൽ പ്രത്യേകിച്ച് യുവ സംരംഭകരുൾപ്പെടെ ആധുനികമായ ടെക്നോളജിയുടെ സഹായത്തോടുകൂടി നമുക്ക് വികസിപ്പിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൽ പുതിയൊരു വിഭാഗം ആളുകൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് പരിശീലനം കിട്ടിയ ആളുകൾക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കാൻ കഴിയും. കേരളത്തിൽ നിന്നുള്ള 100ഓളം കരകൗശല തൊഴിലാളികൾക്ക് പുറമെ നാഗാലാൻഡ്, മേഘാലയ, മണിപ്പൂർ, മധ്യപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും 60ലധികം കരകൗശല തൊഴിലാളികളും മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ 11 മുതൽ രാത്രി 9 മണി വരെയാണ് മേളയിലേക്ക് പ്രവേശനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.